فوقاهم الله شر ذلك اليوم. അല്ലാഹുവിന്റെ പരലോകത്ത് കടന്ന് കരയേണ്ട ആവശ്യം നിനക്കില്ല. അവിടെ ചെമ്പിന്റെ തറയില് തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ കോടതി ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല. ആയിഷാ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് മാതാവോടി ഒളിക്കുന്ന ദിവസമാണ് ആയിഷാ. ആ പരലോകമുണ്ടല്ലോ. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോശ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാൽ ഒലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തന്നു ചെന്നാൽ കോള. പടച്ചവരെ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിന്നിട്ട് അന്ന് തലച്ചോറ് തിളയ്ക്കും ചെറുപ്പക്കാരാ. അന്ന് വിയർപ്പ് താഴൂല പൊന്നുമോന്, വിയർപ്പ് താഴൂല പൊന്നുമോന്. അരവര മുട്ടുവര കടുത്ത് വര വിയർപ്പിൽ കിടന്ന് മുങ്ങുകയാണ്. അതാ കാള നടന്നു വരുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ വായിലൂടെ നൊരയും പതയും വരുന്നത് പോലെ അള്ളാന്റെ കോടതിയിൽ നിന്നിട്ട് നിന്റെ വായിലൂടെയും മൂക്കിലൂടെ വലിക്കും ചെറുപ്പക്കാരാ. അന്നത്തെ ദിവസം രക്ഷപ്പെടണോ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, ദുനിയാവിലെ വെച്ച് പടച്ചവൻ കൊടുത്തിട്ട് കൊടുക്കാത്തവൻ, ഇവൻ നാളെ പടച്ചവന്റെ പരലോകത്ത് നരകം കാണുമ്പോ അല്ലാഹുവോട് പറയുമല്ലോ, എന്നെ ഒരിക്കൽ കൂടെ ചെറുക്കളയിലൊന്ന് മടക്കുമോ? എന്റെ എല്ലാ ദീനിന് കൊടുക്കാമല്ലോ. ഒരവസരം തരുവോ? ഒരവസരം തരുവോ? അല്ല പറയും, നീ പറയുന്നത് കള്ളമാടാ. നിന്നെ ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം നിന്നെ ദുനിയാവിലേക്ക് മടക്കിയാൽ നീ 1 രൂപ പോലും കൊടുക്കാത്ത പിശുക്കരാട്. നിന്നെ കൊണ്ട് കഴിയില്ലടാ. അവസാനം ഈ മനുഷ്യൻ നരകത്തിന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയും, ഒരുപാട് നന്മയൊന്നും വേണ്ട, ഒരേ ഒരു നന്മ കൊണ്ടുവന്ന നിനക്ക് ഞാൻ ഇന്ന് സ്വർഗം തരാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പരലോകത്ത് കടന്ന് തെണ്ടുകയാണ്. എല്ലാവരുടെ മുന്നിൽ പോയി യാചിക്കുമാരും കൊടുക്കൂല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മനുഷ്യൻ നോക്കുമ്പോ തന്റെ പൊന്നുമകൻ ഒരുപാട് നന്മകളുമായി സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. വളരെ ആഗ്രഹത്തോടെ യാ ബുനയ്യാ ഉക്രിമു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ബുനയ്യാ, വാപ്പാന്റെ പൊന്നുമോനെ, നിന്റെ നന്മയിൽ നിന്നൊരെണ്ണം എനിക്ക് താടാ. തന്നെന്ന് പറഞ്ഞ് നിന്നെ റബ്ബ് നരകത്തിലാക്കൂലല്ലോ, കുറഞ്ഞു പോകൂലല്ലോ. ഒരു നന്മ എനിക്ക് താ പൊന്നുമോനെ. ഞാൻ കൂടെ നിന്റെ സ്വർഗത്തിൽ, ഞാൻ കൂടെ നിന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊന്ന് കിടക്കട്ടെ. പടച്ചവന്റെ മുന്നിൽ പോയി കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ ആ പൊന്നുമോന്റെ മുന്നിൽ കിടന്ന് തെണ്ടുമ്പോ അവന് കണ്ട പരിചയം പോലും കാണിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലക്കാഹു റളറതൻ വസുറൂറാ. രണ്ടാമത്തെ പ്രതിഫലമുണ്ടല്ലോ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹയെ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ. അല്ലാഹനെ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ പടച്ചവനെ കാണാനുള്ള ഭാഗ്യമാണ്, ആ പടച്ചവനെ കാണാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പാപങ്ങളെ മറക്കല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് കരുതല്ലേ. വിവാഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലോ എന്തേ റബ്ബേ
അല്ലാഹു പണം തന്നെന്ന് പറഞ്ഞ് ഇത്ര കൊടുപ്പ് കാണിക്കടോ വാപ്പാ? നിന്റെ വിവാഹത്തിന്റെ, നിന്റെ മക്കളുടെ വിവാഹത്തിന് ചെലവഴിക്കുന്ന ആവശ്യമില്ലാത്ത പണമുണ്ടല്ലോ, അനാമത്ത് ചെലവുണ്ടല്ലോ. മക്കളെ കെട്ടിച്ചു വിടുമ്പോ നല്ല രീതിയിൽ കെട്ടിച്ചു വിടും, കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാതെ പണം കളയുമ്പോ ആ പണം മതിയല്ലോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വല്ലാത്ത വേദനയുണ്ട് പൊന്നുമോര്. വിവാഹം കഴിഞ്ഞ് തന്റെ കൂട്ടുകാരനെ കാറിൽ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, പ്രസിഡന്റിന് പോലുമില്ല, പ്രധാനമന്ത്രിക്ക് പോലുമില്ലാതെ ആ വണ്ടിയുടെ പുറകിൽ കാണുന്നതിനേക്കാൾ പടച്ചവരെ എണ്ണയടിച്ചിട്ട് കാറിന്റെ പുറകിൽ കിലോമീറ്ററുകളോളം ക്യൂ നിന്നിട്ട് വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ എണ്ണയുടെ പൈസ എങ്ങാണം നീ സദക്ക കൊടുത്താ നിന്റെ ജീവിതം സന്തോഷമാ പൊന്നുപോര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരന്നുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലകുനിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കുടിക്കാനുള്ള പച്ചവെള്ളം പോലും ഈ വീടിനകത്തില്ല നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ കുടുംബത്തിന്റെ അവസ്ഥയാണ്, പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. അള്ളാന്റെ റസൂൽ ആ മനുഷ്യനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആ മനുഷ്യനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, ഫാത്തിമ, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു വസ്ത്രമില്ല ഫാത്തിമ. രാത്രി കിടക്കുമ്പോ പുതയ്ക്കാ ഒരു പുതപ്പ് പോലും എനിക്കില്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വീടിനകത്ത് കയറിയിട്ട് തിരഞ്ഞു നോക്കി, കൊടുക്കാ ഭക്ഷണമില്ല, കൊടുക്കാ പണമില്ല, കൊടുക്കാ വസ്ത്രമില്ല. അല്ലാഹുവേ, നോക്കുമ്പോഴതാ രണ്ട് മക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ, രണ്ടുപേരും ഒരു പുതപ്പ് താഴെ വിരിച്ചിരിക്കുന്നു, ഒരു ഭാഗം വിരിച്ചിരിക്കുന്നു, അതിൽ മക്കളെ കടത്തിയിട്ട് മറുഭാഗം പുതച്ചിട്ടിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടി ചെന്നിട്ട് മക്കളെ എടുത്ത് താഴെ കിടത്തി, ആ വിരിപ്പ് നല്ലപോലെ മടക്കി വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ആ വൃദ്ധനായ മനുഷ്യനത് വാങ്ങിയിട്ട് പറയുന്നു, ഫാത്തിമ, എനിക്കിതല്ല വേണ്ടത്, എനിക്കിതല്ല വേണ്ടത്. 3 ദിവസം കൊണ്ട് കാരക്കയും പച്ചവെള്ളവും കഴിച്ചിട്ട് നടക്കുകയാ, ഇന്ന് അതും തീർന്നിരിക്കുന്നു ഫാത്തിമ, എനിക്ക് വല്ലാതെ വിശക്കുന്നു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ, പ്രവാചകന്റെ കണ്ണ് പോലാ നിന്റെ കണ്ണിരിക്കുന്നത്. നീ നടന്നു വരുന്നത് കണ്ടാ നിന്റെ വാപ്പ നടന്നു വരുന്നത് പോലെയാണ് ഫാത്തിമ. എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുമോ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വീണ്ടും വീടിനകത്ത് കയറി തിരയുകയാണ്. വീട് മുഴുവനും തിരഞ്ഞു നോക്കി, ഒന്നുമില്ല. അല്ലാഹുവേ, സുജൂദിൽ കടന്ന് കരയുകയോ. പടച്ചവരെ, വീടിന്റെ വെളിയിൽ വിശക്കുന്ന വയറോട് എന്റെ വാപ്പയുടെ പ്രായമുള്ളവരെ മനുഷ്യൻ വന്ന് യാചിക്കുമ്പോ ആ മനുഷ്യന് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഓർമ്മ വരികയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന് തുണികളെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഒരു ചെറിയ പൊതിയെടുക്കുകയോ. ആ പൊതി അങ്ങോട്ട് എടുക്കുമ്പോഴേ ഫാത്തിമാന്റെ കണ്ണ് നിറയുകയാണ്. ആ പൊതിക്കകത്തൊരു ചെറിയ മാല ഇരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അത് ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. വീടിനകത്തിരുന്ന് തേകി തേകി കരയുകയാ. വെളിയിൽ നിൽക്കുന്ന മനുഷ്യനാ കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. കുറെ സമയം കഴിയുമ്പോൾ
കുറേ സമയം കഴിയുമ്പോ കണ്ണീര് തുടച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ആ മാല കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ആകെ എന്റെ കയ്യിലുള്ളത് ഇതാണ്, ഇത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാ പറയുമ്പോ ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്, എന്തിനാ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മിണ്ടുന്നില്ല. വാതിലടച്ചകത്തേക്ക് കയറുകയാണ്. പുതപ്പ് കിട്ടി, സ്വർണത്തിന്റെ മാല കിട്ടി. വളരെ സന്തോഷത്തോടെ ഇലാ ഹദ്റത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ അങ്ങയുടെ പൊന്നുമോൾ എനിക്ക് പുതപ്പ് തന്നു നബിയേ, എനിക്ക് മാല തന്നു നബിയേ. പക്ഷേ ഒരു സംശയം നബിയേ, യാ റസൂലല്ലാഹ്, ഈ മാല എനിക്ക് ഫാത്തിമ എടുത്തു തരുമ്പോ വല്ലാതെ കരഞ്ഞു നബിയേ. ഞാൻ ചോദിച്ചിട്ട് എന്തെന്ന് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോള് കരഞ്ഞെന്ന് കേൾക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, ആ മാലയൊന്ന് കാണിച്ചു തരുവോ, ആ മാലയൊന്ന് കാണിച്ചു തരുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന മാലയെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ റസൂലുള്ളാന്റെ കണ്ണ് നിറയുകയാ, താടിരോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാ കരയുന്നത്? യാ സഹാബാ, എന്റെ ഖദീജാനെ ഓർമ്മ വന്നു സഹാബാ, എന്റെ ഖദീജ ധരിച്ചിരുന്ന മാലയാണ്, എനിക്കത് കണ്ടപ്പോ കരച്ചില് വന്ന് സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പൊന്നുമോള് കരള് പറിച്ചു കൊടുത്തത് പോലെയായിരിക്കുമല്ലോ ഈ മാല എടുത്തു കൊടുത്തത്. ഏത് മാലയെന്നറിയുവോ, ഏത് മാലയെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള ഉമ്മ ഖദീജ ആരെന്നറിയുവോ? ഖദീജ ആരെന്നറിയുവോ? അല്ലാഹു സലാം പറഞ്ഞ പെണ്ണാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ഖദീജ എവിടെ നബിയേ, ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു, ജിബ്രീലേ ഖദീജാനെ എന്തിനാ തിരക്കുന്നത്, എന്റെ ഭാര്യ എന്തിനാ തിരക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹു സലാം പറഞ്ഞു നബിയേ. ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ. എല്ലാ ദീനിനു വേണ്ടി കൊടുത്തവളാട് അവസാനം മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഫാത്തിമ എന്ന ചെറിയ മകളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ പറയുന്നു, ഫാത്തിമ നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എല്ലാം പാവങ്ങൾക്ക് കൊടുത്തു ഫാത്തിമ. ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മയോട് നിനക്ക് ദേഷ്യം തോന്നല്ലേ? എന്നിട്ട് അവസാനം തന്റെ കഴുത്തിൽ കിടന്ന ഒരു ചെറിയ മാലയെടുത്ത് അതിലൊരു ചുംബനം കൊടുത്തിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ ഉമ്മാന്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യവാ, ആകെ ഉള്ള സമ്പാദ്യവാ, കളയല്ലേ ഫാത്തിമ, കളയല്ലേ ഫാത്തിമ. മനസ്സ് വേദനിക്കുമ്പോ, ഉമ്മാനെ ഓർമ്മ വരുമ്പോ ഇതൊന്നെടുത്ത് വെച്ച് ചുംബിച്ചാ മതി ഫാത്തിമ. സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ ഉമ്മയെടുത്തു കൊടുത്ത മാലയാട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. എത്രയോ ദിവസം അലിയാര് തങ്ങള് പട്ടിണി കിടന്നു, തിന്നാൻ ഭക്ഷണമില്ലാതെ നോമ്പ് പിടിച്ചു നടന്നു. എന്റെ പെണ്ണ് എത്ര പട്ടിണി കിടന്നിട്ടും ആ മാലയെടുത്തില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുമ്പോ രണ്ട് മക്കളും കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങള് ദേഷ്യത്തോടെ വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടില്ലേ, നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ, നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ റസൂല് വഴക്ക് പറയും. ഭായി ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. പ്രവാചകനെ സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നുമോളുടെ തല പിടിച്ചെന്നുയർത്തുമ്പോ
റസൂലുള്ള നോക്കുമ്പോ ഇരുന്ന് കരയുകയാണ്. എന്തേ മോളെ കരയുന്നത്? എന്തേ മോളെ കരയുന്നത്? ഫാത്തിമ ബീബി പറയുന്നു, ഉപ്പാ എന്റെ മക്കൾക്ക് വിശന്നിട്ട് ഞാൻ പാലിന് വേണ്ടി, എന്റെ മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പാല് വരാതെ വന്നപ്പോ എന്റെ മക്കള് ദേഷ്യം കൊണ്ട് എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് രക്തം വരുന്നു. പാ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ മക്കള് പാല് കുടിക്കുമ്പോ അറിയാതെ ഒന്ന് കടിച്ചാ തന്നെ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ, നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ. മക്കള് പാല് കുടിക്കാൻ നോക്കിയിട്ട് വരാതെ കടിച്ചിട്ട് പാലിന് പകരം രക്തം വരുന്നു നബിയേ. ഇതുപോലെ പട്ടിണി കടന്നിട്ട് ഉമ്മ കൊടുത്ത മാലയെടുത്തില്ല. പക്ഷേ വിശക്കുന്ന വയറോടെ വീടിന്റെ വെളിയിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായെന്ന് യാചിക്കുമ്പോ അല്ലാഹുവേ എല്ലാം മറന്നിട്ട് എടുത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് കരുതല്ലേ ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പൊന്നുമോളെ നീയൊന്ന് ചിന്തിക്ക്. എത്ര സ്വർണമിട്ട് നടക്കുന്നവളാണെങ്കിലും ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചു പോയാ നാളെ രാവിലെ നിന്റെ മക്കള് നിന്റെ ആദ്യം നിന്റെ കമ്മലൂര്, പിന്നെ നിന്റെ മാലയൂര്, നിന്റെ വളയും മോതിരവും ഊരിയിട്ട് വെള്ള തുണിയെടുത്ത് നിന്റെ മുകളിൽ പുതയ്ക്കൂ. എന്ത് നേട്ടവാ പെണ്ണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പാവങ്ങളെ ഒരിക്കലും മറക്കല്ലേ, പാവങ്ങളെ ഒരിക്കലും മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ അല്ലാ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവരാ അല്ലാ, ഒരുപാട് സദക്ക ചെയ്തവരാ അല്ലാ. ഈ മനുഷ്യന്റെ ശരീരത്ത് ഞാൻ തൊടൂല റബ്ബേ എന്ന് നരകം പറയുന്ന മൂന്നാമത്തെ വിഭാഗം സദക്ക ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പാവങ്ങളെ മറക്കല്ലേ. റജബ് മാസം കടന്നു വന്നല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. അല്ലാഹുവിനോട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. റമളാൻ അടുത്ത് വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ തീരുമാനിച്ചോ. ഈ പാതിരാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തിട്ട് മടങ്ങാ. ഇന്ന് രാത്രി മരിച്ച സ്വർഗമാണ്, ഇന്ന് രാത്രി മരിച്ച സ്വർഗമാണ്. ആ ദുഃഖർ പറഞ്ഞ് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും കണ്ണീരിൽ കഴുകിക്കോ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ മനുഷ്യ, നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുആ ചെയ്യുമ്പോ നീയൊന്ന് കരയടേ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ദുആ ചെയ്യുന്ന സമയത്ത് മനുഷ്യ നീ കരയടേ, നീ കരയണേ. നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കരിമ്പാറയെ പോലെ കറുത്തുപോയാ പൊന്നുമോനെ, ഫഇല്ലം തബ്കൂ ഫതബാകൂ. എടാ കരച്ചല് വരുന്നില്ലെങ്കിൽ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ദുആ ചെയ്യുന്ന സമയത്ത് നിന്നെ കൊണ്ട് കരയാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യണേ. അങ്ങനെ പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഫഇന്ന അഹ്ലന്നാരി യബ്കൂ, നരകവാസികൾ നരകത്തിൽ കിടന്ന് കരയുകയാ. എങ്ങനെയെന്നറിയുമോ? മഴവെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിക്കുന്നത് പോലെ അവന്റെ മുഖത്തുകൂടെ വലിയ വലിയ ചാലുകളാ. കരഞ്ഞ് 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 കണ്ണീര് തീർന്നാൽ സുമ്മയസീലുദിമാ, കണ്ണിലൂടെ രക്തമാവലിക്കുന്നത്, കണ്ണിലൂടെ രക്തമാവലിക്കുന്നത്. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ നരകത്തിൽ കിടന്ന് കരയാതിരിക്കാ, നരകത്തിൽ കിടന്ന് കരയാതിരിക്കാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് കരഞ്ഞു ദുആ ചെയ്ത് പിരിയാ.